തമിഴ്നാട് ബിജെപി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത് തടയാൻ അവസാന ശ്രമങ്ങളുമായി ബിജെപി കേന്ദ്ര നേതൃത്വം. രാജിവെക്കാൻ ഉറച്ച് ഡൽഹിയിലെത്തിയ അണ്ണാമലൈ ചൊവ്വാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തി. രാജിവെക്കരുതെന്നും പ്രശ്നപരിഹാരം കണ്ടെത്താമെന്നും ഷാ ഉറപ്പു നൽകിയെന്നാണ് സൂചന. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ രാജിക്കത്ത് നൽകിയതിന് പിന്നാലെ അണ്ണാമലൈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബി.ജെ.പിയിൽ തനിക്ക് ഭാവിയില്ലെന്നും പരസ്പര ബഹുമാനത്തോടെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാനാണ് ആഗ്രഹമെന്നുമാണ് അണ്ണാമലൈ കൂടിക്കാഴ്ചകളിൽ അറിയിച്ചതെന്നാണ് റിപ്പോർട്ട്. അണ്ണാമലൈ പാർട്ടി വിട്ടാൽ അദ്ദേഹത്തിന് പിന്നിൽ വലിയൊരു കൊഴിഞ്ഞുപോക്ക് തമിഴ്നാട് ബി.ജെ.പിയിൽ ഉണ്ടാകുമെന്ന സൂചനയുള്ളതിനാൽ നേതൃത്വം രാജി സ്വീകരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടിയോ അണ്ണാമലയോ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ നിതിൻ നബിന് നൽകിയ രാജിക്കത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി.ജെ.പിക്കേറ്റ തിരിച്ചടിയെക്കുറിച്ചുള്ള റിപ്പോർട്ടും നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. AIADMK ബി.ജെ.പി സഖ്യത്തിനുള്ള അതൃപ്തിയാണ് തന്റെ രാജിയിലേക്ക് നയിച്ചതെന്ന് നേതാക്കളുമായി ചർച്ചയിൽ അണ്ണാമലൈ വെളിപ്പെടുത്തിയതായിട്ട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് ബദലായി ദേശീയത ഉയർത്തിപ്പിടിച്ച പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാൻ അണ്ണാമലൈ തയ്യാറെടുക്കുന്നതായി സൂചനകളുണ്ട്. അമിത്ഷാ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുകയാണെന്നും അതിനാലാണ് രാജിയുമായി സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണത്തിന് മുതിരാത്തതെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അണ്ണാമലൈ ഇപ്പോഴും രാജ്യ തലസ്ഥാനത്ത് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.